നേപ്പാളിൽ വലിയ ആഭ്യന്തര കലാപം നടക്കുകയാണ്. ആ സമയത്ത് നേപ്പാളിലെ പഴയ ചരിത്രങ്ങളുടെ രസകരമായിട്ടുള്ള ഫാക്റ്റുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നേപ്പാളും ഹിറ്റ്ലറുമായി എന്താണ് ബന്ധം? ഇതാണ് ഇപ്പോൾ പല ആൾക്കാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹിറ്റ്ലർ നൽകിയ അല്ലെങ്കിൽ ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട ഒരു സമ്മാനത്തിൻ്റെ പേരിൽ നേപ്പാളിലെ രാജകുടുംബങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി എന്ന് എത്ര പേർക്കറിയാം? എന്തായിരുന്നു ആ തർക്കം എന്ന് നമുക്ക് നോക്കാം. ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നതും പ്രകൃതി സൗന്ദര്യത്തിനും സമാധാനത്തിനും പേരുകേട്ടതുമായിട്ടുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നേപ്പാൾ തിളച്ചു മറിയുകയാണ്. പ്രതിഷേധിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ അതിലേക്ക് ലക്ഷങ്ങളാണ് ഒഴുകിയെത്തുന്നത്. രാഷ്ട്രീയ നേതാക്കളെ മർദ്ദിക്കുക, പൊതുസ്വത്ത് നശിപ്പിക്കുക, സർക്കാർ കെട്ടിടങ്ങൾ കത്തിക്കുക, പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ഇപ്പോൾ നേപ്പാൾ സൈന്യം അദ്ദേഹത്തെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ജൻസി നയിച്ച പ്രതിഷേധങ്ങളിൽ 34 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു ദേശീയ രാഷ്ട്രീയ പ്രതിസന്ധിക്കിടയിൽ സൈന്യം സ്ഥിരത കൈവരിക്കുന്ന പങ്ക് ഏറ്റെടുത്തു. വൻ ആക്രമണത്തിന് പിന്നിലെ പ്രധാന കാരണം അധികാരികളിൽ രജിസ്റ്റർ ചെയ്യാത്തതിനെ തുടർന്ന് 26 സോഷ്യൽ മീഡിയ ആപ്പ് ഒലി സർക്കാർ നിരോധിച്ചതാണ്. ഇതെല്ലാം നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കാറിനെ ചൊല്ലി രാജകുടുംബത്തിൽ തർക്കമുടലെടുത്ത നേപ്പാളിൽ ഒരു സംഭവമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അതൊരു സാധാരണ കാറല്ല, മറിച്ച് അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട ഒരു കാറാണ് എന്നുള്ളതാണ്. നേപ്പാളിലെ കുടുംബം 2008 ഈ കാറിനെ ചൊല്ലി വഴക്കിടുന്നത്. ജർമ്മൻ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലർ സമ്മാനിച്ച മെഴ്സിലസ് ബെൻസിനെ ചൊല്ലി രാജാക്കന്മാർ തമ്മിൽ തർക്കമുണ്ടാകുകയായിരുന്നു. ഒലിവ് പച്ച നിറത്തിലുള്ള ഈ കാർ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യൂറോപ്പ് കത്തിയെരിയുമ്പോൾ മറ്റ് രാജ്യങ്ങളുമായുള്ള വിദേശബന്ധം ശക്തിപ്പെടുത്താൻ ഹിറ്റ്ലർ ശ്രമങ്ങൾ നടത്തി. ഇതിനായി അദ്ദേഹം സഖ്യകക്ഷി രാജ്യങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകാൻ തുടങ്ങി. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ജർമ്മൻ ഏകാധിപതി 1939 മോഡൽ മെഴ്സിലസ് ബെൻസ് കാർ അന്നത്തെ നേപ്പാൾ രാജാവായിട്ടുള്ള ത്രിഭുവൻ വീർ വിക്രം ഷാ ദേവിന് സമ്മാനമായി നൽകുന്നു. നേപ്പാൾ രാജാവിന് കാർ സമ്മാനിച്ചതിന് പിന്നിൽ ഹിറ്റ്ലർക്ക് വലിയ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഗൂർഖ സൈന്യത്തിൻ്റെ ധീരതയും വിശ്വസ്തതയും ഹിറ്റ്ലറിനെ നന്നായി അറിയാമായിരുന്നു. ഗൂർഖ സൈന്യത്തിൻ്റെ നിർഭയത്വത്തിൻ്റെയും ശക്തിയുടെയും ആരാധകനായിരുന്നു അദ്ദേഹം. വാസ്തവത്തിൽ ഗൂർഖ സൈനികർ ബ്രിട്ടീഷുകാരെ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ലെന്ന് ഹിറ്റ്ലർ ആഗ്രഹിച്ചു. ഇക്കാരണത്താൽ കാർ അദ്ദേഹം ബെർലിനിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ എത്തിക്കുകയായിരുന്നു. സമ്മാനത്തിന് പിന്നിൽ ഹിറ്റ്ലർക്ക് ഒരു വലിയ സ്വാർത്ഥ ലക്ഷ്യമുണ്ടായിരുന്നു. ഗൂർഖ സൈന്യത്തിൻ്റെ ധീരതയെക്കുറിച്ച് അറിയുന്ന അദ്ദേഹം ഗൂർഖ സൈന്യത്തെ കൂടെ കയ്യിലെടുക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 2008 നേപ്പാളിൽ രാജവാഴ്ച അവസാനിക്കുകയും അയൽ രാജ്യമായിട്ടുള്ള നേപ്പാളിൽ ഒരു റിപ്പബ്ലിക്ക് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഈ കാലയളവിൽ രാജകുടുംബം പല ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ഹിറ്റ്ലർ അന്ന് സമ്മാനിച്ച മെഴ്സിലസ് കാർ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ളതായിരുന്നു. രാജവംശത്തിൻ്റെ സ്വത്വത്തെയും ഈ വാഹനം പ്രതിനിധീകരിക്കുന്നു. തർക്കത്തിൻ്റെ പ്രധാന പ്രശ്നം വാഹനത്തിൻ്റെ ഭാവിയെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. അതൊരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കണോ അതോ രാജകുടുംബത്തിന് സ്വകാര്യ സ്വത്തായി തിരികെ നൽകണോ എന്നുള്ളതായിരുന്നു തർക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ആ തർക്കം കോംപ്രമൈസായി. ആ കാറ് ഇപ്പോൾ മ്യൂസിയത്തിൽ തന്നെയാണുള്ളത്. ഇനി ആ കാറും നേപ്പാളിലുള്ള ജൻസി കുട്ടികൾ കത്തിച്ചോ എന്നറിയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.